ചെമ്പരത്തിപ്പൂ ഇലയെല്ലാം പിച്ചി പറിച്ചെടുത്ത് നമുക്ക് പുഴ വരെ ഒന്ന് പോകണം. തറവാടിനോട് ചേർന്ന വഴിയരികിലായിട്ട് ഒരു ചെമ്പരത്തി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പൂക്കളും ഉണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറേ തളിരിലകളാണ് പറിച്ചെടുത്തിരിക്കുന്നത്. പുഴയിലേക്ക് കുറച്ച് ദൂരം അധികം നടക്കാനുണ്ട്. ഞാൻ കുഞ്ഞാറ്റയും കൂടെ കൂടിയിട്ടുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ വൈകുന്നേരം ഈ പുഴയിൽ പോക്ക്. അപ്പോൾ നമുക്ക് ഇറങ്ങി പോകേണ്ട വഴിയൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ്. നിറയെ കാടും വള്ളിയും മരങ്ങളും പിന്നെ പാറക്കൂട്ടങ്ങളൊക്കെയാണ്. അതിൽ പതുക്കെ പതുക്കെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വെളിച്ചം കാണാം. അത് നമ്മുടെ പുഴയുടെ ആ ഒരു ഭാഗത്തെത്തിയിട്ടും പിന്നെ അങ്ങോട്ട് കാണാൻ നല്ല വ്യൂ ആണ്. കണ്ടില്ലേ, നല്ല തെളിനീരൊഴുകുന്നത് ചെറിയൊരു കടവാണ് കേട്ടോ. പണ്ടൊക്കെ എല്ലാ കസിൻസൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്ന് തിമിർക്കാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നതൊക്കെ കുറവാണ്. ഈ ഭാഗത്തായിട്ട് വലിയ ആഴമൊന്നുമില്ല. ഇത് നമ്മൾ പുഴ എന്നൊക്കെ പറഞ്ഞാലും ചെറിയൊരു തോട് മാത്രമാണ്. മഴക്കാലം ആകുമ്പോൾ ഇത് കര കവിഞ്ഞ് ഒഴുകാറുണ്ട്. ഈ തെളിമയുള്ള വെള്ളത്തിൽ ഒരുപാട് കല്ലേമുട്ടി വാഴയ്ക്കാവരച്ചിയാണ് കൂടുതലുള്ളത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്ന ചെമ്പരത്തിയും പിന്നെ അതിൻ്റെ ഇലയെല്ലാം കൂടെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് പുഴയിൽ വരുമ്പോൾ ഒക്കെ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ കല്ലാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഇലയെല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു ഉണ്ട കല്ലെടുത്ത് ചതച്ച് അവസാനം നമ്മൾ നല്ല താളിയാക്കി എടുത്ത് തലയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു.